Okay. So today, ഈ വീഡിയോയിൽ we are going to look at uh, one second. Okay, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ two different ways in which we can represent complex numbers. We have already seen Cartesian form of a complex number. So Cartesian form of a complex number എന്ന് പറഞ്ഞാൽ that is a plus ib. The reason we are calling this Cartesian form is because ഈ a എന്ന് പറഞ്ഞ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമ്മൾ ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആക്സിസിൽ വരക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അതിൻ്റെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ റിയൽ കോർഡിനേറ്റ് എയും ഇമാജിനറി കോർഡിനേറ്റ് ബി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഇതിനെ കാർട്ടീഷ്യൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ കോംപ്ലക്സ് നമ്പറിനെ ഈ പ്ലെയിനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A2 ആണെന്നും B3 ആണെന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ബൈ ഈ പ്ലെയിനിൽ ഇവിടെ 1 2 മൂവ് ചെയ്തിട്ട് ഇമാജിനറി പാർട്ടിൽ 3 യൂണിറ്റ്സ് മൂവ് ചെയ്താൽ എനിക്ക് ആ പോയിന്റ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് വൺ വേ ഓഫ് റെപ്രസെൻറ്റിങ് എ കോംപ്ലക്സ് നമ്പർ. അനദർ വേ ഓഫ് റെപ്രസെൻറ്റിങ് കോംപ്ലക്സ് നമ്പർ അത് നമ്മൾ പറയുന്നത് പോളാർ ഫോം എന്നാണ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നമ്മൾ കണ്ടിരുന്നു വെച്ചാൽ ഹൗ ടു ഫൈൻഡ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഐ ബി എന്ന കോംപ്ലക്സ് നമ്പറാണ്. അതിൻ്റെ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഗ്രാഫിക്കലി നമ്മൾ കണ്ടിരുന്നത് ഇപ്പോൾ ഇതാണ് കോംപ്ലക്സ് നമ്പർ എങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഈ ഡിസ്റ്റൻസിനാണ്. ഇതാണ് മോഡുലസ് ഓഫ് ഇസഡ്. അപ്പോൾ ഈ മോഡുലസിന് അറിഞ്ഞത് കൊണ്ട് മാത്രം നമുക്കൊരു കോംപ്ലക്സ് നമ്പറിനെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. കാരണം വെച്ചാൽ ഈ ലെങ്ത്തുള്ള ലൈൻ എനിക്ക് എവിടെയും വരക്കാം, ഇങ്ങോട്ടും വരക്കാമല്ലോ. ഇതേ ലെങ്ത് ഉള്ളത് മോഡുലസ് ഓഫ് ഇസഡ്, ഇതേ ലെങ്ത്തുള്ള ലൈൻ ഇങ്ങോട്ട് വരക്കാം, എനിക്ക് ഇങ്ങോട്ട് വരക്കാം. അപ്പോൾ അത് ഈ ലെങ്ത് മാത്രം അറിഞ്ഞത് കൊണ്ട് ഒരു കോംപ്ലക്സ് നമ്പറിനെ കറക്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് ഈ നമ്പർ എത്ര ആംഗിളിലാണ് ചെരിഞ്ഞിരിക്കുന്നത്, ഈ തീറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആർഗ്യുമെന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചിരുന്നു. തീറ്റ കണ്ടുപിടിക്കാൻ നേരത്തെ ഒരു ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സോ വി നോ ദാറ്റ് ടാൻ തീറ്റ ഇസ് എ ബൈ ബി എന്നറിയാം. ഇത് എ പ്ലസ് ഐ ബി ആണെങ്കിൽ ഇത് എയും ഇത് ബി ആണ്. അപ്പോൾ ടാൻ തീറ്റ എ ബൈ ബി. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ ബൈ ബി ആണ്, അത് നമുക്കറിയാം. അപ്പോൾ ഈ പോളാർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അറിയേണ്ട രണ്ട് കാര്യങ്ങൾ ഈ മോഡുലസും പിന്നെ ഈ തീറ്റയുമാണ്. അപ്പോൾ പോളാർ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി നോട്ട് മോഡുലസ് ഓഫ് ഇസഡ് എന്നല്ല എഴുതണം. അതിന് പകരം നമ്മൾ ഈ ഫുൾ സാധനത്തിന് ആർ എന്ന് പറഞ്ഞ ഒരു ഇതുകൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ മോഡുലസും. ആംഗിൾ വിച്ച് ദി കോംപ്ലക്സ് നമ്പർ മേക്സ് വിത്ത് ദി ഹൊറിസോണ്ടൽ പ്ലെയിനിന് എത്ര ആംഗിളിലാണ് അത് ചെരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് തീറ്റ. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോളാർ ഫോം എഴുതുന്നത്. അപ്പോൾ പോളാർ ഫോം ഓഫ് കോംപ്ലക്സ് നമ്പർ എന്ന് വെച്ചാൽ അതിരിക്കുന്നത് എങ്ങനെയാണ്, ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ, അല്ലെങ്കിൽ നമുക്കിതിനെ ഐ ആർ സൈൻ തീറ്റ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ ഇൻറ്റു cos theta plus I sin theta. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഇത് പേജ് ക്ലിയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. വൈ വി ആർ റൈറ്റിംഗ് ദിസ് ആസ് ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ എന്നുള്ളത് ഞാൻ ഈ പേജ് ക്ലിയർ ചെയ്തിട്ട്
കാണിച്ചു തരാം. അപ്പോൾ നമുക്കറിയാം, നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, റൈറ്റ് ട്രയാങ്കിൾ എടുക്കട്ടെ. സോ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് വേണ്ടത് തീറ്റയും ഇതാണല്ലോ. ഇത് കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ടാണെങ്കിൽ ഇതാണ് ആർ എന്ന് പറയുന്നത്. ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് ഈ തീറ്റയാണല്ലോ നമുക്ക് അറിയുന്നത്. അപ്പോൾ ഈ തീറ്റ ഉപയോഗിച്ച് നമുക്കറിയാം കോംപ്ലക്സ് നമ്പർ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇസഡ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി എന്നാണല്ലോ എഴുതുന്നത്. അപ്പോൾ എ ഇപ്പോൾ നമുക്ക് അറിയാൻ പാടില്ല, ബിയും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുക. നമുക്ക് അറിയണത് ഈ ആറും അറിയാം, നമുക്ക് ഈ തീറ്റയും അറിയാം. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് പോളാർ ഫോമിൽ എഴുതുമ്പോൾ. അപ്പോൾ ഈ സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു adjacent side by hypotenuse. adjacent side a ആണ്, hypotenuse r ആണ്. സോ നമുക്ക് ഇങ്ങനെ എഴുതാം, a ഡിവൈഡഡ് ബൈ r ആണ്. അപ്പോൾ a എന്തായിരിക്കും? നമുക്ക് ഈ r നെ ആ സൈഡിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a ഈസ് ഈക്വൽ ടു r cos തീറ്റ എന്ന് കിട്ടും. അതുപോലെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇവിടെ നമ്മൾ പറയുന്നത് ബി ആണ്. അതുപോലെ ഹൈപ്പോട്ടനസ് ആർ ആണ്. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ബി ഡിവൈഡ് ബൈ ആർ ആണ്. അപ്പോൾ നമുക്ക് ആർ ബി അങ്ങനെ എഴുതാം. ഈ ആറ് അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ബി ആർ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് എ ആർ കോസ് തീറ്റ എന്ന് കിട്ടി, ബി ആർ സൈൻ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. അപ്പോൾ നമ്മളിവിടെ ഈ കോംപ്ലക്സ് നമ്പറിന് നമ്മൾ അങ്ങനെ എഴുതും. എക്ക് പകരം നമ്മൾ ആർ കോസ് തീറ്റ, എ പ്ലസ് ഐ ഇൻറ്റു ബിക്ക് പകരം ആർ സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പം ഇനി ഈ ആറ് ഇവിടെ രണ്ട് സ്ഥലത്തും കോമൺ ആണ്. ഈ ആറ് കോമൺ ആണ്. ഇപ്പം ഫാക്ടർ ചെയ്താൽ നമുക്ക് ആറ് പുറത്ത് എഴുതാം. അത് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇത് ഫാക്ടർ ചെയ്തെന്ന് വെച്ചാൽ ഇത് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത് തന്നെ തിരിച്ച് കിട്ടും. സോ അതാണ് ദാറ്റ്സ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയിട്ട് ലെറ്റ്സ് എൻഡ് ദിസ് വീഡിയോ. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പോൾ ഇഫ് യു ആർ ഗിവൺ ദി മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഇസ് 3 എന്നാണ് വിചാരിക്കുക, ആൻഡ് തീറ്റ ഇസ് let's say 30 degree ആണ് വിചാരിക്കുക. അപ്പോൾ റെപ്രസെൻറ്റ് ദി കോംപ്ലക്സ് നമ്പർ ഇൻ പോളാർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. z is equal to r cos theta plus i r sin theta ആണല്ലോ. നമ്മൾ വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആറിന് ഇവിടെ 3 ആണ്. സോ 3 cos 30 പ്ലസ് i ഇൻറ്റു 3 sin 30. അപ്പോൾ അതാണ് പോളാർ ഫോം. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ള ഇതിനകത്തുണ്ട്. പിന്നെ കോസ് 30ക്കും sin 30ക്കും വാല്യൂസ് വി ക്യാൻ ഓൾവേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഗെറ്റ് ദി ആൻസർ. പക്ഷേ ഇതാണ് എൻ്റെ പോളാർ ഫോം.